മഹാരാഷ്ട്രയിൽ സമാജ്വാദി പാർട്ടി മഹാവികാസ് അഘാഡിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. ബാബരി മസ്ജിദ് തകർത്തതിനെ ന്യായീകരിച്ച ഉദ്ധവ് വിഭാഗം നേതാവിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സഖ്യം ഉപേക്ഷിച്ചത്. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, സമാജ്വാദി പാർട്ടിയെ പോലെ ഈ മഹാവികാസ് അഘാഡിയിലെ ഒരു പ്രമുഖ കക്ഷി അതിൽ നിന്ന് വിട്ടുപോരുന്നതിനുണ്ടായ സാഹചര്യം എന്താണ്? ഈ വിഷയത്തിൽ എന്താണ് സമാജ്വാദി പാർട്ടിക്കുള്ള അതൃപ്തി? സൈഫുദ്ദീൻ, ബാബരി മസ്ജിദ് തകർത്തതിന്റെ 32ാം വാർഷിക ദിനത്തിൽ ഉദ്ധവ് വിഭാഗത്തിന്റെ MLC മിലിന്ദ് നർവേക്കറുടെ പോസ്റ്റിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു സഖ്യം ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ തന്നെ മഹാവികാസ് അഘാഡിയുമായിട്ട് വലിയ പ്രശ്നം നിലനിന്നു. പ്രത്യേകിച്ച് SP-ക്ക് 5 സീറ്റുകളായിരുന്നു അവർ ചോദിച്ചിരുന്നത്. പക്ഷെ അത് നൽകാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നു. പക്ഷെ നിലവിൽ 2 MLA-മാർ സമാജ്വാദി പാർട്ടിക്കുണ്ട്. ബാബരി മസ്ജിദ് തകർത്തതിനെ അഭിനന്ദിച്ചുകൊണ്ട് പത്രപരസ്യം പോലും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെ ഭാഗത്ത് നിന്ന് അതിനെ അഭിനന്ദിക്കുന്ന നിലപാട് ചില നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഉപേക്ഷിക്കാനുള്ള നീക്കത്തിലേക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ SP എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് അഖിലേഷ് യാദവരാണ്. അഖിലേഷ് യാദവുമായിട്ട് ആലോചിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ മഹാരാഷ്ട്രയിലെ സമാജ്വാദി പാർട്ടി നേതാക്കൾ പറയുന്നത് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ നിന്നും തങ്ങളുടെ പിന്തുണ പിൻവലിക്കാൻ പോവുകയാണ്. മതേതര നിലപാടിന് എതിരായിട്ടാണ് ഉദ്ധവ് വിഭാഗം നിലകൊള്ളുന്നത് എന്നുള്ള കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, സജു തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.